വാൾട്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? വാൾട്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലേ? ക്യാമിയോ റോൾ ഇതാണോ? ഇതാണ് ക്യാമിയോ അല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻട്രി സൂപ്പർ ആയിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷാൻ ഷൗക്കത്ത് നല്ലുണ്ട് പേര് അല്ലെ? ഇഷാൻ ഷൗക്കത്ത് ഒരു രക്ഷയില്ല, ചക്കം പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ അർജുൻ അശോകനേക്കാളാണെങ്കിലും റോഷനേക്കാൾ നന്നായിട്ട് ചെയ്തത് ഇഷാനാണ്. ഇഷാൻ ഗംഭീരമാണ്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വർക്കായത് ഇഷാന്റെ പരിപാടിയാണ്. നൈസായിരുന്നു സംഭവം. പടം ഓക്കെയാണ്. വാൾട്ടറും പിള്ളേരും തൂക്കും. നന്നായിട്ടുണ്ട്. മമ്മൂക്കയുടെ വരവ് എങ്ങനെയാണ്? മമ്മൂക്ക ആസ് യൂഷ്വൽ എപ്പോഴും നന്നായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പടത്തിൻ്റെ ഒരു പെർഫോമൻസ് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന വൈശാഖ് നായർ, അത് നന്നായി ചെയ്തിട്ടുണ്ട്. സാറിന് ഒരു ഹോളിവുഡ് ഫിലിമാണ് ഇങ്ങനെ വരുന്നത്, പക്ഷെ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. പഴയ റെസ്ലിംഗ് ഓർമ്മകളൊക്കെ വന്നു. അതുണ്ടാവും. അതെല്ലാം എടുത്ത് വിജയിപ്പിച്ചതിലാണ് കാര്യം. നന്നായി ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകന്റെ മേക്കോർ എങ്ങനെയാണ്? അർജുൻ അശോകനൊക്കെ നന്നായിട്ടുണ്ട്. റോഷൻ മാത്യു നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് വാൾട്ടറിന്റെ എൻട്രി? വാൾട്ടറിന്റെ എൻട്രിയും എല്ലാം കൊണ്ടും കിട്ടില്ല. അടിപൊളി പടം. തൂക്കിയോ പിള്ളേർ? പടം എന്താ പറയാ, മറ്റേ ബബ്ബയില് പിള്ളേരെ കണക്കല്ല, ഇത് നല്ല നല്ല പവറാ പിള്ളേരല്ലേ. ഒന്നും പറയില്ല വാൾട്ടറിനെ കുറിച്ച്. ലുക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ലുക്കാണ്. സിനിമ ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച് മമ്മൂക്ക തന്നെ. പിന്നെ കുറച്ചും കൂടെ ഒന്ന് കൂടുതലായിട്ട് തുറക്കം തൊട്ടൊന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. ആ ഒരു എൻട്രിയുടെ വരവ് എൻ്റെ മലയാളത്തിൽ ഏത് നടൻ ചെയ്തേ പോലെ. 75 വയസ്സിനകത്തല്ലേ കൂടി വന്ന 35 വയസ്സ്. 35 വയസ്സിന്റെ ഒരു പ്രകടനമുണ്ട്. എൻ്റെ അമ്മ തിയേറ്റർ ആ ഒരു കയ്യടിയും കുലുക്കൊക്കെ ഇപ്പോഴും മാറുന്നില്ല. ആ ഒരു സീൻ, അതായത് 2026 മമ്മൂക്കയുടെ വെറൈറ്റി ഒരു കഥാപാത്രം. ഇതാണോ ക്യാമിയോ എന്ന് പറയുന്നത്? ഇത് തന്നെയാണ്. വേറെ നടന്മാർ വരും വെറുപ്പിക്കാൻ വേണ്ടി. ഇതാണ് അതേ റോള് തന്നെ. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റോഷൻ മാത്യു, അർജുൻ അശോക്. പടം മൊത്തത്തിൽ കളർഫുള്ളാണ്. കളർഫുൾ പച്ച ശരിക്കും പടം കയറി കൊടുത്ത് ഇതിനകത്ത് എല്ലാ കഥാപാത്രം. പിന്നെ അതിനകത്ത് ഏറ്റവും എന്നെ രക്ഷിപ്പിച്ച ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട്, മ്യൂസിക് എല്ലാം കൊണ്ടും നല്ലൊരു ഡയറക്ഷൻ. ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. മമ്മൂക്ക കളർഫുൾ പച്ച. കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആയെങ്കിലും മമ്മൂട്ടി വന്നപ്പം ലെവലായി. പിന്നെ പറയാണ്ടോ, ഇക്കണ്ട പിന്നെ തൂക്കുമല്ലോ. വാൾട്ടറിന്റെ ആ ഒരു വരവൊക്കെ അത് അടിപൊളിയായിരുന്നു. പടം സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഡൗൺ ആയായിരുന്നു. മമ്മൂട്ടി വന്നപ്പോൾ പിന്നെ ഒരു കയറ്റം കയറിയിട്ട് പിന്നെ അങ്ങ് സെറ്റായിരുന്നു. പരം തീരുന്നവരെ നമ്മള് സീറ്റ് എണീറ്റ് തന്നെ ഇരിക്കുമായിരുന്നു. മൂടായിരുന്നു. ചത്തപ്പച്ച തൂക്കി. അടിപൊളി ഐറ്റം വരുന്നത്. ഇതാണ് ക്യാമിയോ അല്ലേ? അടിപൊളി സാധനം. അടിപൊളി. മമ്മൂട്ടി പൊളിച്ചു. മമ്മൂട്ടി വന്നപ്പോഴത്തേക്ക് ആവേശമായി. ആ ക്യാമിയോ റോള് ഇതാണ് ക്യാമിയോ അല്ലേ? വാൾട്ടർ പൊളിച്ച്. വാൾട്ടറും പിള്ളേരും തൂക്കി. പടം സൂപ്പറാണ്, സൂപ്പർ ഹിറ്റാണ്. എഴുതി ഒപ്പിട്ട് തരാം. ഇപ്പോൾ ന്യൂ ജനറേഷൻ പൾസ് മനസ്സിലാക്കുന്നുണ്ട്. മാസ് അപ്പീലുണ്ട്. WWE സ്റ്റൈൽ ആക്ഷൻ കോമഡിയിലുണ്ട്. അർജുൻ അശോകൻ റോഷൻ എല്ലാം നടത്തുന്നുണ്ട്. നല്ല പഞ്ചോടി ആക്ഷൻ സൂപ്പറാണ്. കോമഡീൻ്റെ എല്ലാം ഉണ്ട്. ആ പിള്ളേർ രണ്ടിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ കാലത്ത് ന്യൂ ജനറേഷന് പറ്റിയ പടമാണ്. മട്ടാഞ്ചേരി ഫോട്ടോ വെച്ച് ഗ്യാങ് ടൈപ്പ് ഫിലിമാണ്. പടം സൂപ്പർ ഹിറ്റാണ്, ഉറപ്പാണ്. ഒരു ലാഗ് ഒന്നുമില്ല. പക്ക എൻ്റർടൈനറാണ്. ഒരു മട്ടാഞ്ചേരി ഫോട്ടോ വെച്ച് സ്റ്റൈൽ ഫിലിമാണ്. മഞ്ഞുമൽ ബോയ്സിൽ ഹിറ്റായ പോലെ ഹിറ്റാൻ സാധ്യതയുണ്ട്. അടിപൊളി ഹാപ്പിയാണ്. ചുമ്മാ പൊളി. ഇതുവരെ ഫസ്റ്റ് ഹാഫ് കണ്ട് കത്തി ഇപ്പോഴും രോമാഞ്ചോളൂ. ആ മൂടാ ഒന്നും പറയാല്ല. എല്ലാരും മലത്തടിക്കുന്നത് മാത്രമല്ല, എല്ലാം കൊണ്ട് എന്താണ് അടിക്കണ WWE കറക്റ്റ് കാണുന്ന പോലത്തെ ആ ഫീല്, കറക്റ്റ് ഫീല് പൊളി തന്നെയായിരുന്നു. പിന്നല്ല ഇനി അടുത്ത് ഇനി വെട്രിയുടെ പണിയാണ് നമുക്ക്. വാൾട്ടർ, വെട്രി, ഇനി എന്തൊക്കെ കിടക്കണ ലൈനപ്പല്ലേ പൊളി. പക്ക ഒരു ഓളപ്പടം കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ ചോട്ടമുമ്പായി കാണിയല്ലേ, അതുപോലെ നല്ലൊരു ഓളമാണ്. ഭയങ്കര ടെക്നിക്കലി അടിപൊളിയായിട്ടുണ്ട്. മറ്റേ അർജുൻ അശോകനൊക്കെ ഭയങ്കരമായിട്ട് എഫോർട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം. നല്ലപോലെ കഷ്ടപ്പെട്ട് തന്നെ പടം എടുത്തിരിക്കുന്നത്. നല്ല റെസ്ലിംഗ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ട് തന്നെ പടം എടുത്തിരിക്കുന്നത്. ഒക്കെ ടെക്നിക്കലി അടിപൊളിയാണ്. ലൈറ്റിങ്, മേക്കിങ്, കളറിങ്, അത് എന്താ വെച്ചാൽ ആകെ ഒരു ഓളപ്പടം. പിന്നെ എടുത്തു പറയേണ്ടത് ക്രൂ എല്ലാം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ഓളമാണ് പടം കാണാൻ. തിയേറ്ററിലൊക്കെ ഇൻ്റർവെൽ 1 ഓളമാണ് തിയേറ്ററിനകത്ത്.
കുഴപ്പമില്ല കേട്ടോ. കൊച്ചി അസൽ നമ്മുടെ ഒരു ചോട്ടാമ്പേ കാണിയില്ലേ, ചോട്ടാമ്പേ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നിയില്ലേ, ആ ഒരു എഫക്റ്റ് കൊച്ചിക്കാർക്ക് പടം മനസ്സിലാവും എന്നാന്നുള്ളത് ചോട്ടാമ്പേ കണ്ടവർക്ക് മനസ്സിലാവും. ആ ഒരു ഓളം, ചോട്ടാമ്പയുടെ ഒരു ഓളം മുമ്പോട്ട് പോകുന്നു കേട്ടോ. കുഴപ്പമില്ല, ഇൻട്രോയിൽ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നല്ല ടെക്നിക്കലി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നല്ലേ മൊത്തം നമ്മൾ പിന്നെ ഒരു പുതിയൊരു സംഭവം വന്നിട്ട് അങ്ങ് ശരിക്കും അവർ നൊസ്റ്റാൾജിയ ശരിക്കും വർക്കായി. ഇതിനകത്തൊരു കട്ടിൽ ഉള്ള ഒരു ഫൈറ്റ് അതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ മുമ്പ് WWE കണ്ടവർക്കറിയാം. അത് കണ്ടിട്ട് നമ്മൾ അതുപോലെ അനുകരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീലിൽ അവർ തന്നെ പറയുന്നുണ്ട് ഇത് ഇവിടെ വർക്കാവുമോ, സിനിമക്കകത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു അറ്റംപ്റ്റാണ്. അതിൻ്റെ കൂടെ പിന്നെ ഇനി വാൾട്ടറും കൂടെ വരുമ്പോൾ സംഭവം വേറെ കളറാവും എന്ന് തന്നെയാണ് വരുന്നത്. ഒരു പുതിയ അറ്റംപ്റ്റാണ് നമുക്കിങ്ങനെ ഒരു കോസ്റ്റ്യൂം ഫൈറ്റ് അല്ലെങ്കിൽ അതെ അർജുൻ അശോകനൊക്കെ ബോഡി ബിൽഡ് ചെയ്തതും അതിനകത്ത് എല്ലാവർക്കും അവരവരുടെ ഒരു എന്താ പറയുക ക്യാരക്ടർ ഉണ്ടെന്ന് പറയില്ല. അതിപ്പോൾ വിശാഖൊക്കെ എന്തൊരു സ്ക്രീൻ പ്രസൻസ്, പുള്ളി ഒരു കോമഡി ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോഷൻ്റെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് ഇത് വേറെ ലെവലിലേക്കാണ് പടം പോകാൻ പോകുന്നത്. ക്യാരക്ടേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും അവർക്ക് കൊടുത്ത പേരുകൾ അതൊക്കെ ഒരു വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ട്. പിന്നെ ഗംഭീര സ്കോറാണ് മുജീബും അതുപോലെ തന്നെ ശങ്കർ എഹ്സാൻ്റെ ഒരു സോങ്, ക്യാമറ വർക്ക് എല്ലാം കൊണ്ടും പടം മൊത്തം എൻ്റർടൈനറാണ്. ഒരു കളർഫുള്ളാണ് പരിപാടി. സിനിമയിൽ പറയുന്ന പോലെ തന്നെ ഈ പരിപാടി നമ്മൾ ഏറ്റെടുക്കും എന്നാണ് തോന്നുന്നത്. തിയേറ്ററിൽ അത് സ്ക്രീനിൽ കാണിക്കുന്ന അതേ ചിയർ കാണികൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പടത്തിന്. മൊത്തം ഒരു കളർഫുൾ എൻ്റർടൈനർ എന്ന രീതിയിൽ അടിപൊളി പടമാണ്.